ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. പ്രിയരേ, കർത്താവിനെ 3 ആണിമേൽ തറച്ച് ക്രൂശിച്ച് പിതാവിൻ്റെ കയ്യിലേക്ക് പ്രാണനെ കൊടുത്ത് കർത്താവിനെ കല്ലറയ്ക്കകത്ത്, അതുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയ്ക്കകത്ത് ശീലകളിൽ പൊതിഞ്ഞ് അകത്തു വച്ച് വലിയ കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൻ മുദ്രയൊക്കെ വെച്ച് ഒത്തിരി സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്ത് കർത്താവിനെ കാത്തു സൂക്ഷിക്കുമ്പോൾ വചനം പറയുകയാണ്, പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. കല്ലറയ്ക്കകത്തേക്ക് ദൂതൻ ഇറങ്ങി ശീലകൾ ചുറ്റി വച്ചിരുന്ന ആ യേശുവിൻ്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി കർത്താവിനെ ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ. വചനം പറയുന്നുണ്ട്, യേശുവിനെ ചുറ്റിയിരുന്ന ശീല അവിടെ ചുരുട്ടി വച്ചിരിക്കുന്നു എന്ന് വച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വ്യക്തമായിട്ട് ആ കല്ലറയ്ക്കകത്തു വെളിപ്പെട്ടതുപോലെ ആ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ വചനം പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ ആത്മാവിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവിനെ കർത്താവ് സഭയ്ക്കാണ് കൊടുത്തത്. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ. പ്രിയരെ, കാഹളം കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദി കർത്താവല്ല. ഈ പരിശുദ്ധാത്മാവ് അകത്തുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ചലിക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് കർത്താവിനെ 3-ാമത്തെ ദിവസം കല്ലറയ്ക്കകത്തിറങ്ങി ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിച്ചെങ്കിൽ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന ഉറപ്പോടെ ഈ പരിശുദ്ധാത്മാവിനെ കെടുത്താതെ ആത്മാവിൽ സന്തോഷിച്ച് ക്രിസ്തുവിൽ ബലപ്പെട്ട് അവസാനം വരെ ഉയർപ്പിനു വേണ്ടി വാഞ്ചയോടെ ഇരുന്ന് ഉയരത്തിലെ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.